കസേരതെല്ലാം ഇവിടെ ഇരിക്കുന്നത്, ചേച്ചി ഇവിടെ. അതെ, അല്ല ഞാനൊരു ആവേശത്തിൽ നിന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇവിടെ ഇരിക്കാം, എല്ലാരും ഇരിക്കുക. ഇല്ല, ഞാൻ എന്റെ കൊച്ചമ്മേരെ മുമ്പ് നിക്കേ ഉള്ളൂ. എന്നപ്പോഴും നിങ്ങൾ നിക്കുക, ബാക്കിയുള്ളവർ ഇരിക്കുക. എവിടെ കാണൊക്കെ ഇരിക്കുക. അതെ, പരാക്രമം കണ്ടിരിക്കണു. സുഹാസിനി അമ്മയുടെ അമ്മായി അമ്മയുടെ അതേ സ്വഭാവവും അതേ പെരുമാറ്റവും അതേ ചേഷ്ടകളാണോ കുട്ടിക്കുണ്ടായത്? സത്യം പറഞ്ഞാല് ഒന്നും കൂടെ ജനം ചെയ്തേറ്റ് വന്ന പോലെ അവിടെ ചിലപ്പോഴത്തെ രീതികൾ കണ്ടാൽ. അമ്മ, നമുക്ക് വല്ല സൈക്യാട്രിസ്റ്റിനെയും കാണിക്കാം. എന്റെ പൊന്നു കൊച്ച, ഒരു കാര്യമില്ല. ഈ വയറുവേദനയ്ക്കും തലവേദനയ്ക്കും ഉള്ള മരുന്നൊക്കെ വെളിയിൽ നിന്ന് കിട്ടും. അതെ, പക്ഷേ ഈ ബാധ ഒഴിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ല, അത് വൈദ്യശാസ്ത്രത്തിൽ പോലും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ അമ്മയുടെ പിള്ളാണ്, മക്കളാണ് തന്നെ. അയ്യോ, അപ്പം വെറുതെ വിളിച്ചത്. അതിന് വൈദ്യശാസ്ത്രമല്ല, ഇത് ജ്യോതിശാസ്ത്രജ്ഞനല്ലേ വന്നിരിക്കുന്നത്. പനങ്ങാട് സ്വാമി തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ച് തരണം. അതെ, ഈ സ്വഭാവ മാറ്റത്തിന് ശേഷം കുട്ടി രാവിലെ വളരെ നോർമലായിട്ട് വല്ലതും പെരുമാറിയോ? പെരുമാറ്റത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിപ്പോഴും ചെറിയ പേടിയുണ്ട്. ഞങ്ങൾക്ക് അത് ശരി. ഈ അമ്മായിയമ്മ പാടൂ? പാടത്തില്ല. പാട്ട് പഠിപ്പിക്കും. ആളില്ല, പാടത്തില്ലായിരുന്നു പറഞ്ഞതാ. നൃത്തം? അയ്യോ ഇല്ല, അങ്ങനത്തെ നൃത്തമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശിവാജി ഗണേശന്റെ കടുത്ത ആരാധികയായിരുന്നു. കുട്ടിയുടെ ദേഹത്തേറെ ബാധയെ ഘട്ടം ഘട്ടമായി പുറത്തേക്ക് കൊണ്ടുവരാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് പറയുന്നു എല്ലാവരും. സുഹാസിനി ചേച്ചിയുടെ അമ്മായിയമ്മയുടെ കാര്യമല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാവരും തന്നെ അനുസരിക്കുന്നു എന്നുള്ള ബോധം ഈ ബാധയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാധ ഈ കലശകുടത്തിലേക്ക് താനേ വന്നു ചേരും. ഓ, കേറി കഴിഞ്ഞാൽ ഒന്ന് തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടണം, അല്ലെങ്കിൽ മന്ത്രച്ചാടിട്ട് കെട്ടണം, ഇല്ലെങ്കിൽ ചാടിപ്പോകും കൊച്ചമ്മ. അതുകൊണ്ടാണ്. അതെ അതെ, എന്നിട്ട് കടലിലോ കായലിലോ എവിടാന്ന് വെച്ചാൽ കൊണ്ട് കളഞ്ഞേക്കണം. അതെ അതെ. അയ്യോ, എന്റെ പൊന്നുമോനെ കളയണം എന്ന് പറയരുത്, കടലിൽ കൊണ്ട് നിമഞ്ജനം ചെയ്യണം എന്ന് പറയണം. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. നിമഞ്ജകം. എന്റെ പൊന്ന് സ്വാമി, എല്ലാം കൊള്ളാം, പക്ഷെ പൂച്ചയുടെ സ്വഭാവമായിരുന്നു. എവിടെ കൊണ്ട് കളഞ്ഞാലും കറങ്ങി തിരിഞ്ഞത് ഇവിടെ തന്നെ വരും. എന്ത് ചെയ്യും? ഒട്ടും പേടിക്കണ്ട. തൽക്കാലം അമ്മായിയമ്മയെ ഒന്ന് അനുസരിക്കുക, അതേ ഉള്ളു മാർഗം. അമ്മായിയമ്മയായി പോയില്ലേ സ്വാമി, അനുസരിക്കന്നെ. ഓ ശുക്ലാമൃതം വിഷ്ണു ശശിപർണം ചതുർഭുജം പ്രസന്നവദനദായി സർവ്വവിഘ്നോപ ശാന്തേ. ഗുരുവായൂരപ്പ, എന്തൊക്കെയാണോ എന്തോ.